2 ലക്ഷത്തിലേറെ വരുന്ന തൊഴിലാളികളുടെ അർപ്പണ മനോഭാവത്തിന്റെ നിർമ്മിതിയാണ് ഇന്ന് അറബ് ലോകത്തിന്റെ വിസ്മയമായി ഉയർന്നു നിൽക്കുന്നത്. അതെ, ദുബായ് എക്സ്പോ 2020 നിർമ്മിച്ചത് 2 ലക്ഷത്തിലേറെ വരുന്ന തൊഴിലാളികളുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ. അങ്ങനെ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദുബായ് ലോകമെങ്ങും ഉറ്റുനോക്കുകയാണ്. ഇപ്പോഴത്തെ ഏറെ നിർണായകമായ കണക്കാണ് UAE പുറത്തുവിട്ടിരിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായിലെ എക്സ്പോ 2020 സൈറ്റിൽ ജോലിക്കിടെ മരിച്ചത് 3 തൊഴിലാളികളെന്ന് റിപ്പോർട്ട്. 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വാർത്താ ഏജൻസിയായ AP-യുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതാദ്യമായാണ് ദുബായ് എക്സ്പോ ലോകമേളയുടെ നിർമ്മാണ വേളയിൽ തൊഴിലാളികളുടെ മരണത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ 5 തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായി സംഘാടകർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മറ്റൊരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും മുമ്പത്തെ കണക്ക് തെറ്റായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും അധികൃതർ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മനുഷ്യാവകാശ രേഖയെയും കുടിയേറ്റ തൊഴിലാളികളോടുള്ള മനുഷ്യത്വരഹിതമായ നടപടികളെയും യൂറോപ്യൻ പാർലമെന്റ് വിമർശിക്കുകയും 6 മാസം നീണ്ടു നിൽക്കുന്ന ലോകമേള ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഈ കണക്കുകൾ പുറത്തുവന്നത്. നിർഭാഗ്യവശാൽ ജോലി സംബന്ധമായ 3 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 72 ഗുരുതര പരിക്കുകൾ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. എക്സ്പോ പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എക്സ്പോ 2020 ദുബായിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നിവയെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ലോകോത്തര നയങ്ങളും മാനദണ്ഡങ്ങളും പ്രക്രിയകളും ഞങ്ങൾ സ്ഥാപിച്ചു. പ്രസ്താവനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. സൈറ്റിൽ 247 ദശലക്ഷം പ്രവൃത്തി സമയം പൂർത്തിയായിട്ടുണ്ടെന്നും അപകടങ്ങളുടെ ആവൃത്തി ബ്രിട്ടനേക്കാൾ കുറവാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.